ഭയങ്കര ഒരു നാണക്കേടായിരുന്നു. പത്രമൊക്കെ കൊടുക്കുന്നത്, ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്, ആരെ കണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ആദ്യത്തെ തവണ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ചുറ്റിലുള്ള എല്ലാവർക്കും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു ഇനി വല്ല ബസ് സ്റ്റാൻഡിൽ പോയി കൊടുക്കാം, ആരും ഇല്ലാത്ത സമയം നോക്കി കൊടുക്കാം, ആരെങ്കിലും കണ്ട എന്തെങ്കിലും കളിയാക്കോ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ പുറത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആദ്യം കൊടുത്തപ്പോഴത്തേക്കും പിന്നെ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ ഒന്നും പേടിക്കേണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉള്ളൊരു വിശ്വാസം വന്നു. അന്നേരം എന്നെ ഒത്തിരി കൂട്ടുകാർ കളിയാക്കുമായിരുന്നു. നീ എന്താടാ വിശുദ്ധനാകാൻ പോവാണോ, വല്ല അച്ഛനാകാൻ പോവാണോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു. അന്നേരം ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ നിന്നു. ഞാൻ 3 മാസം ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി വെച്ച എല്ലാം എനിക്ക് നടന്നു. എനിക്ക് കോളേജുകാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ ഇനി ഫീസ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അത് 1,50,000 രൂപ ഇനി ഫീസ് നീ അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് അവിടെ തന്നെ എനിക്ക് ജോലി കിട്ടി. എല്ലാം കിട്ടിയപ്പോഴത്തേക്കും എനിക്കൊരു അഹങ്കാരമായിപ്പോയി. ഞാൻ പിന്നെ 3 മാസം കഴിഞ്ഞ് പിന്നെ ഉടമ്പടി അങ്ങ് നിർത്തി. പിന്നെ ഞാൻ